തുഷാരങ്ങളുടെ ഗിരിശൃംഗങ്ങളിലേക്ക്, സ്വപ്നങ്ങളുടെ താഴ്വരയിലേക്ക് ജാലകത്തിലൂടെ കാണാൻ കഴിയുന്നത് മഞ്ഞു പുറച്ചു നിൽക്കുന്ന പർവ്വതനിരകളാണ്. ഇത് അസുലഭമായ ഒരു കാഴ്ച തന്നെ, മനം കുളിർപ്പിക്കുന്ന സ്വർഗീയ കാഴ്ച. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ധന്യതയിലേക്ക് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും പറന്നുയർന്ന ഇൻഡിഗോ വിമാനം ശ്രീനഗറിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് ഒഴുകിയിറങ്ങി മനസ്സിൽ കുളിർമഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മധ്യ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി വന്നു ചേർന്ന 27 സഞ്ചാരികൾക്കായി ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സോമൻസ് ലിഷർ ടൂർ എന്ന സ്ഥാപനമാണ്. 12 കിലോമീറ്റർ അകലെ റോയൽ പ്ലാസ എന്ന ഹോട്ടൽ ഞങ്ങളെ സ്വാഗതം ചെയ്യുവാനായി കാത്തിരിക്കുന്നു. സുഖകരമായ നിദ്രയ്ക്ക് സ്വാദിഷ്ടമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കശ്മീരിന്റെ താഴ്വാരങ്ങളെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഇന്നത്തെ യാത്ര 56 കിലോമീറ്റർ അകലെയുള്ള ഗുൽമാർഗിലേക്കാണ്. വളഞ്ഞു തിരിഞ്ഞ പാതയിലൂടെ ഞങ്ങളുടെ മഹീന്ദ്ര സൈലോ ആവേശം ഒട്ടും കുറയ്ക്കാതെ തന്നെ സഞ്ചാരം തുടരുന്നു. പാതയുടെ വശങ്ങളിലുള്ള വൃക്ഷങ്ങൾക്കിടയിലൂടെ മഞ്ഞിൻ പാളികൾ ദൃശ്യമാകാൻ തുടങ്ങി. ഇതുവരെ നേരിട്ട് കാണുവാൻ കഴിയാതിരുന്ന മനോഹര ദൃശ്യം. മനസ്സ് തരളിതമാകുന്നത് അത്ഭുതം കണ്ടാണോ അതോ കൗതുകം കണ്ടോ അറിയില്ല. ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം വിരിയാൻ ഈ അധിക നിമിഷമില്ല എന്നോർത്തപ്പോൾ മനസ്സ് കൂടുതൽ അനുഭൂതിയിലേക്ക് പറന്നു കയറുകയായി. 7 ഡിഗ്രിക്കും താഴെയുള്ള കാലാവസ്ഥയെ പ്രതിരോധിക്കുവാൻ വേണ്ട സ്വെറ്ററും ജാക്കറ്റും ഗ്ലൗസും ഗംബൂട്ടും ധരിച്ച് ഞങ്ങൾ ഉഷാറിലാണ്. മുന്നിൽ കാണുന്നത് ഗുൽമാർഗ് ഗൊണ്ടോല കേബിൾ കാർ സംവിധാനം. നല്ല തിരക്കുണ്ട്. 8000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുൽമാർഗ് ബേസ് സ്റ്റേഷനിൽ നിന്നും 10000 അടി ഉയരത്തിലുള്ള കാങ്ഡോറി സ്റ്റേഷനിലേക്ക് 2.3 കിലോമീറ്റർ ദൂരമുണ്ട്. 19 ടവറുകൾ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന 4426 മീറ്റർ ദൈർഘ്യമുള്ള ഉരുക്ക് കമ്പിയിൽ 72 ക്യാബിനുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഉയരത്തിലും ദൈർഘ്യത്തിലും ലോകത്തിലെ തന്നെ 2ാം സ്ഥാനം അലങ്കരിക്കുന്ന ഈ കേബിൾ കാർ സംവിധാനം 1998 പ്രവർത്തനം തുടങ്ങിയത്. 13000 അടി ഉയരത്തിലെത്തിക്കുന്ന 2ാം ഘട്ടം തുറന്നു കൊടുത്തത് 2005 ജാലകത്തിലൂടെ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. പൈൻ മരങ്ങളും മഞ്ഞു പുതപ്പ് വാരി അണിഞ്ഞിരിക്കുന്ന വനം പ്രദേശങ്ങളും ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതിയാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലെ ബാരാമുള്ള ജില്ലയിലെ ഒരു മലമ്പ്രദേശമാണ് ഗുൽമർഗ്. പരമശിവന്റെ പത്നിയായ ഗൗരിയുടെ പേരിൽ ഗുൽമർഗിന്റെ ആദ്യനാമം ഗൗരിമാർഗ് എന്നായി. പിന്നീട് ഇവിടുത്തെ രാജാവായിരുന്ന യൂസഫ് ഷാ ചക് അതിൻ്റെ പേര് റോസാപ്പൂക്കളുടെ സ്ഥലം എന്നർത്ഥമുള്ള ഗുൽമാർഗ് എന്നാക്കുകയായിരുന്നു. വളരെയധികം വിനോദ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സന്ദർശകർക്ക് ആകാശ വീക്ഷണത്തിനായി ഹെലികോപ്റ്റർ സംവിധാനം വരെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരന്നു കിടക്കുന്ന മഞ്ഞിലൂടെ പാഞ്ഞു പോകുന്ന മോട്ടോർ ബൈക്ക് റൈഡ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരാകർഷണീയമായിട്ടുള്ള വിനോദ ഉപാധിയാണ്. അതുപോലെ തന്നെ സ്ലഡ്ജ്, ആൾക്കാരെ വലിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരിവിടെ തയ്യാറായിട്ട് നിൽക്കുന്നു. കൊച്ചുകുട്ടികളെ പോലെ ആകുന്ന മനസ്സ് ഇവിടെ എത്തുന്നവർക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന് തെളിവാണ് മണ്ണ് വാരി കളിക്കുന്നതിന് പകരം ഇവിടെ മഞ്ഞ് വാരി കളിക്കാനായിട്ട് പ്രായമുള്ളവരും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മളിവിടെ എത്തുമ്പോൾ പ്രായവും കാലവും എല്ലാം മറന്ന് പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറുന്ന അവസ്ഥയാണ് മുന്നിൽ കാണുന്നത്. മഞ്ഞിൽ കൂടി തെന്നിപ്പാഞ്ഞു പോകുന്ന ബൈക്കിലും പരീക്ഷിക്കാൻ വളരെയധികം ആൾക്കാർ തിരക്ക് കൂട്ടുന്നു.
ഇങ്ങനെ ഒരു അനുഭവം വേറെ ഒരിടത്തും ലഭിക്കില്ല എന്നതുകൊണ്ടാകാം ഇതിനുവേണ്ടി ആൾക്കാർ ഇത്രമാത്രം തിരക്ക് കൂട്ടുന്നത്. അല്പം അതിസാഹസികതയുണ്ടെങ്കിലും ആദ്യം നമ്മളൊന്ന് പേടിച്ചു പോയെങ്കിലും പക്ഷേ ഇതിൻ്റെ ഈ കാഴ്ചയെ നമ്മുടെ ഭയമെല്ലാം അകറ്റി ഏറ്റവും സുന്ദരമായ ഒരനുഭവമാണ് ഈ ബൈക്ക് യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വളരെ സന്തോഷഭരിതമായിട്ടാണ് ഓരോ ബൈക്ക് യാത്രയും കഴിഞ്ഞ് സഞ്ചാരികൾ എത്തിച്ചേരുന്നത്. അവരുടെ മനസ്സിൽ എന്നേക്കുമായി സൂക്ഷിച്ചു വെക്കാൻ ചില നിമിഷങ്ങളിൽ ഈ ബൈക്ക് യാത്രയുടെ അവർക്ക് ലഭിച്ചുവെന്ന് അവരുടെ മുഖം വ്യക്തമാക്കുന്നു. ഇനിയും ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. കുറെ അമൂല്യ നിമിഷങ്ങളെ മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കേബിൾ കാറിലൂടെ താഴേക്കുള്ള യാത്രയിൽ അതിമനോഹരം തന്നെ. എവിടെയും മഞ്ഞ് മാത്രം. ഇതിനിടയിൽ താമസിക്കുന്ന ആൾക്കാരുടെ കുടിലുകളും കാണാൻ സാധിക്കും. പൈൻ മരങ്ങളുടെ ഹരിതാഭയും മഞ്ഞിന്റെ വെണ്മയും ചേർന്ന് ഒരു സ്വർഗീയ സമാനമായ ദൃശ്യമാണ് നമുക്ക് ഈ യാത്രയുടെ ലഭിക്കുന്നത്. രണ്ടാമതായി കടന്നുപോയത് കാശ്മീരിന്റെ ടൂറിസത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ദാൽ തടാകത്തിലേക്ക്. ഈ തടാകം വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമാണ്. തടാകത്തിന് ഏകദേശം 18 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുണ്ട്. മഞ്ഞുകാലത്ത് ഈ തടാകം മുഴുവൻ മരവിച്ച് മഞ്ഞ് മൂടാറുമുണ്ട്. തടാകത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്കൊപ്പം തുഴഞ്ഞു വന്ന് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ കൗതുകമാർന്ന ഒരു കാഴ്ച തന്നെയാണ്. ശാന്തതയും ജാടകളില്ലാത്ത ഒരു പ്രതീതിയാണ് ഈ തടാകത്ത് നമുക്ക് നൽകുന്നത്. കാശ്മീരിന്റെ ടൂറിസം സംബന്ധിച്ചുള്ള എല്ലാ പരിപാടികളിലും ദാൽ തടാകത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. ഇവിടെ യമഹ എഞ്ചിനുകളല്ല, മനുഷ്യന്റെ അധ്വാനം കൊണ്ടാണ് ഈ ഓരോ നൗകയും ധിക്കാരകളെന്നാണ് ഇതറിയപ്പെടുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തമായി സുഖകരമായ അവസ്ഥയിൽ തടാകത്തിലെ ഒരു വിഹക വീക്ഷണം നടത്താൻ ഈ യാത്ര നമ്മളെ സഹായിക്കും. കച്ചവടക്കാരെല്ലാവരും തന്നെ പരസ്പരം സൗഹാർദ്ദത്തിൽ കൂടെ കഴിയുക എന്ന ഒരു തടാകക്കരയാണ് ദാൽ തടാകം. ഏറ്റവും മനോഹരമായ ദൃശ്യം.
തടാകത്തോട് ചേർന്ന് നിൽക്കുന്ന പർവ്വതനിര, ഹരിതാപ ഒഴുകിയിറങ്ങുന്ന വലഞ്ചേരി മല. യാത്രയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഏകദേശം 74 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ. സബർവാൻ പർവ്വതനിരകളുടെ അടിത്തട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലെ പുഷ്പകൃഷിയും ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 ഈ ഉദ്യാനം തുറന്നു. മുമ്പ് ഇത് സിറാജ് ബാഗ് എന്നറിയപ്പെട്ടിരുന്നു. ഒന്നിലധികം നിറങ്ങളിലുള്ള ഏകദേശം 1.75 ദശലക്ഷം ടുലിപ്പ് ബൾബുകൾ ആംസ്റ്റർഡാമിലെ ക്യൂക്കൻഹോഫ് ടുലിപ്പ് ഗാർഡനിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നു. ടുലിപ്പുകൾക്ക് പുറമെ പോളണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹയസിൻസ്, ഡാഫോഡിൽസ്, റാങ്കുലസ് എന്നിവയുൾപ്പെടെ 76 തരം പൂക്കളുടെ കേന്ദ്രമാണ് ടുലിപ്പ് ഗാർഡൻ. മനസ്സിലെ എല്ലാ പിരിമുറുക്കങ്ങളും അലിഞ്ഞലിഞ്ഞില്ലാകാവുന്ന അവസ്ഥയിലാണ് ഈ നിമിഷങ്ങൾ കടന്നുപോകുന്നത്. മനസ്സിനും കണ്ണിനും വിരുന്ന് നൽകുന്ന ഈ വർണ്ണപ്രപഞ്ചം ആസ്വദിക്കാത്ത ഒരാളും കാശ്മീരിനെ വിട്ടുപോകാൻ കഴിയുകയില്ല. ഇവിടുന്ന് കടന്നുപോയാലും ഇവിടെ പിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളുടെ വർണ്ണ വൈവിധ്യം തങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഈ നിമിഷങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഓരോ സഞ്ചാരിയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കാശ്മീരിനെ പറ്റിയുള്ള ചിത്രം എന്താണോ മനസ്സിലുണ്ടായിരുന്നത് അതിനെ പൂർണ്ണമായും സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ടുലിപ്പ് ഗാർഡൻ നമുക്ക് സമ്മാനിക്കുന്നത്. കാഴ്ചകളെ മറക്കാൻ മനസ്സനുവദിക്കാത്തതിനാൽ പുറകോട്ടാണ് ഓരോ സഞ്ചാരിയും നടക്കുന്നത്. ഇനിയും ഞങ്ങൾ കടന്നു പോകുന്നത് കടുകുപാടങ്ങൾക്ക് മധ്യത്തിലൂടെയാണ്. ചുറ്റും മഞ്ഞ നിറം വാരിപ്പുറച്ച് നിൽക്കുന്ന കടുകുപാടങ്ങൾ കൃത്യമായ ഒരു അനുഭൂതി പകർന്നു നൽകുന്നുണ്ട്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സോനാമാർഗ് തടയിലെ മുൻഭാഗത്താണ്. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ഗണ്ടർബാൽ ജില്ലയിലെ ഗംഗാറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിക്കുന്ന 6.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഒരു പ്രധാന ആകർഷണമാണ്. മുമ്പ് ഹിമപാത സാധ്യതയുള്ളതും കനത്ത മഞ്ഞുവീഴ്ച കാരണം ശൈത്യകാലത്ത് തടസ്സപ്പെടുന്നതുമായ ഒരു ഇസഡ് ആകൃതിയിലുള്ള റോഡിനെ ഇത് മറികടക്കും. ഇപ്പോൾ തുരങ്കം സോനാമാർഗിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകുന്നു. 2015 പണി തുടങ്ങിയെങ്കിലും പൂർണ്ണമായും ഗതാഗത സജ്ജമായത് 2025 ജനുവരി 11-നാണ്. 6.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം സഞ്ചരിക്കുവാൻ 15 മിനിറ്റ് മാത്രമേ എടുക്കൂ. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും വളരെ ഉപകാരപ്രദമായ ഈ സഞ്ചാരമാർഗം തരപ്പെടുത്തിയത് എല്ലാം കൊണ്ടും അഭിനന്ദനമർഹിക്കുന്നു. ഏത് കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേരാൻ ഈ തുരങ്കം സഞ്ചാരികളെ സഹായിക്കുന്നു. തുരങ്കത്തിൽ പുറത്തേക്ക് വരുന്ന കാഴ്ചയും അതിമനോഹരമാണ്. ഈ ഒരു കാഴ്ച വളരെ അപൂർവമാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച വളരെ അസുലഭമായിരുന്നു. ലോകമെങ്ങുമുള്ള കാഴ്ചക്കാർക്ക് സ്റ്റേഡിയങ്ങളിൽ ആഹ്ലാദകരങ്ങളുടെ അലകളുയർത്തുന്ന ഇഷ്ടവിനോദമാണ് ക്രിക്കറ്റെങ്കിൽ കാശ്മീരിലെ അനന്ത്നാഗിനും കുൽഗാമിനും കളിയല്ല ക്രിക്കറ്റ്. രാജ്യാന്തര വേദികളിലെ കളിയിരമ്പങ്ങൾക്ക് കാരണമായ ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ സ്ഥലങ്ങൾ. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾ ലണ്ടൻ കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന ഈ മണ്ണിലാണ്. ഇത് സോനാമാർഗ്. മഞ്ഞുവാരിപ്പുറത്ത് ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഒരു ചെറുകിട പട്ടണമാണ് പഹൽഗാം. ഇത് ഒരു ജനപ്രിയ സഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമാണ്.
അനന്ത്നാഗിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയായി ലിഡർ നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. അനന്ത്നാഗ് ജില്ലയിലെ ഒരു താലൂക്ക് ആസ്ഥാനവുമാണ്. എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം പഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ചന്ദൻ വാലിയിൽ നിന്ന്. ജമ്മു കാശ്മീർ അതിമനോഹരമായ പ്രദേശത്ത് ചെയ്യുന്ന ആട്ടിടയന്മാരുടെ താഴ്വര എന്നതിൻ്റെ മറ്റൊരു പേരാണ് പഹൽഗാം. പുതുമയുള്ള വനങ്ങൾ, വെള്ളി നദികൾ, മഞ്ഞുമൂടിയ ഉയർന്ന കൊടുമുടികൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം ഒരാളെ അത്ഭുതപ്പെടുത്തുന്നത് ഉറപ്പാണ്. ഈ വാലിയിലൂടെയാണ് ലിഡർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാമിലൂടെ മനോഹരമായി ഒഴുകുന്ന ലിഡർ നദി. ഇവിടെ മീൻപിടുത്തം, റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. നദിക്ക് ചുറ്റും ഇടതൂർന്ന വനവും ദൈവത്തിന്റെ കൈകളിൽ നിന്ന് കൊത്തിയെടുത്തതായി തോന്നുന്ന പർവ്വതങ്ങളുണ്ട്. അതിനാൽ ശാന്തമായ ഒരു നടത്തത്തിനോ ഒരു ഫോട്ടോഗ്രാഫി സെഷനോ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് നദീതീരത്ത് ഒരു പിക്നിക് നടത്താം, അല്ലെങ്കിൽ നദീതീരത്തിൽ സ്വയം മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ബേതാബ് വാലി പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയ സ്ഥലം. പഹൽഗാമിലെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബേതാബ് വാലി. അതിമനോഹരമായ പ്രകൃതിശങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ താഴ്വര. ഹോളിവുഡ് സിനിമയായ ബേതാബ് ഇവിടെ ചിത്രീകരിച്ചിരുന്നാണ് ഈ താഴ്വരയ്ക്ക് ഈ പേര് ലഭിച്ചത്. നിറഞ്ഞ പച്ചപ്പ്, മഞ്ഞുകൂടിയ പർവ്വതങ്ങൾ, ഒഴുകുന്ന ലിഡർ നദി എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ താഴ്വര വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. പ്രകൃതി നൃത്തം, ഫോട്ടോഗ്രാഫി, പിക്നിക് എന്നിവയ്ക്ക് മികച്ച സ്ഥലമാണ്. അരുവാലി സാഹസി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അലുവാലി ട്രെക്കിംഗ് ക്യാമ്പിംഗ്, കുതിരസവാരി എന്നിവ വാഗ്ദാനം ചെയ്യും. പഹൽഗാമിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പർവ്വതനിരകളും സമൃദ്ധമായ പുൽമേടുകളും കൊണ്ട് ചുറ്റപ്പെട്ട ഇത് ട്രെക്കിംഗ് നടത്തുന്നവർക്ക് ഒരു പർദീസ് കൂടിയാണ്. ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് പുറപ്പെടാൻ സമയമായി. കാശ്മീർ കാഴ്ചകൾ ഇവിടെയും അവസാനിക്കില്ല. പക്ഷേ ഞങ്ങൾ മടങ്ങുകയാണ്. മനോഹരമായ കാഴ്ചകളൊരുക്കി കശ്മീർ ഞങ്ങളെ സംതൃപ്തരാക്കുക. ഇനിയും കാണാനുള്ളത് ഇതിലും മനോഹരമായിരിക്കും എന്ന് മനസ്സ് പറയും. ആ സ്വപ്ന സദൃശമായ നിമിഷങ്ങളെ മനസ്സിൽ ചേർത്ത് വെച്ച് കശ്മീരിനോട് മനസ്സില്ലാ മനസ്സോടെ വിട പറഞ്ഞ് ഡൽഹിയിലേക്കുള്ള വിമാനത്തിലിരിക്കുമ്പോൾ ജാലകത്തിലൂടെ കണ്ട മഞ്ഞിൻ പുതപ്പണിഞ്ഞ മലനിരകൾ മനസ്സിലും നനവുപെടും. തുഷാര താഴ്വാരങ്ങളെ നിങ്ങൾക്ക് അവസാനമില്ല. അനേകം സഞ്ചാരികൾ നിങ്ങളെ തേടി വരട്ടെ. തലസ്ഥാനത്തെ പിന്നിലാക്കി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്, ഭൂമിയിലെ സ്വർഗത്തിന് നന്ദി. തുഷാര താഴ്വാരങ്ങളിൽ നന്ദി, നന്ദി, നന്ദി. ഈ യാത്രയിലൂടെ സഞ്ചരിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. നമസ്കാരം.